നമസ്കാരം. ഭയങ്കര ചൂടാണ്. ഞാനിപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ്. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം 12:30 ഭയങ്കര ചൂട്. സൂര്യൻ ഉച്ചസ്ഥായിൽ നിൽക്കുകയാണ്. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. ഇന്നത്തെ യാത്ര വെച്ചാൽ തൃശ്ശൂരിലേക്കാണ്. അപ്പോൾ നമുക്ക് ആ യാത്രയിലെ വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക്. ഇതാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശം. അതൊരു ചായയൊക്കെ മേടിച്ചു. ചായക്ക് 10 രൂപയാണ് റേറ്റ് വരുന്നത്. ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് 65 രൂപയാണ് റേറ്റ് വരുന്നത്. ഇപ്പോൾ സമയം 12:15. ഇതാണ് കോട്ടയം ത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇപ്പോൾ സമയം 12:27. 12:30-ക്കാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. ട്രെയിൻ 15 മിനിറ്റ് ലേറ്റ് ആണെന്ന് കാണിച്ചു. അപ്പോൾ ആ ട്രെയിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് ഞാനിപ്പോൾ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് യാത്രകൾ എപ്പോഴും ആനന്ദകരമാകുന്ന നമ്മളൊരു പ്ലാൻ ചെയ്യാതെ യാത്ര ചെയ്യുമ്പോഴാണ്. അങ്ങനത്തെ ഒരു യാത്രയാണ് ഇന്നത്തെ യാത്ര. ഞാനിപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ്. എങ്ങോട്ടാണ് പോകുന്നത് ഒരു പ്ലാനും ഇല്ലാതെയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാനിപ്പോൾ വന്നത്. ഏതായാലും ഞാൻ തൃശ്ശൂരിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ബാക്കി തൃശ്ശൂർ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ട്രെയിനാണ് ഞാൻ പോകുന്നത്. കൊല്ലത്ത് നിന്ന് തിരുപ്പതി വരെ പോകുന്ന ട്രെയിനാണ്. ട്രെയിൻ ഇപ്പോൾ ഓൾറെഡി അരമണിക്കൂർ ലേറ്റാണ്. ഇത് തിരുപ്പതിക്ക് പോകുന്ന ട്രെയിനാണ്. ഇത് ആഴ്ച 2 ദിവസമേ ഉള്ളൂ ഈ ട്രെയിനിൻ്റെ സർവീസ്. നല്ല അടിപൊളി ട്രെയിനാണ്. ഇത് ഫുള്ള് ഗ്ലാസ് ഇട്ട ട്രെയിനാണ്. സെക്കൻഡ് ക്ലാസ്സിൽ പോലും അടിപൊളി എക്സ്പീരിയൻസ് കിട്ടുന്നൊരു ട്രെയിനാണ്. കണ്ടില്ലേ, ക്ലാസ് നല്ല അടിപൊളി. എമർജൻസി വിൻഡോ ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കാണാം. നമുക്ക് വെളിയിലെ ചൂടും നമുക്ക് അകത്ത് കിട്ടത്തേ പോലുമില്ല. അടിപൊളി നല്ല കൂളിങ്ങിൽ ട്രെയിൻ ചതിച്ചു. ഗൈസ്. ഈ വരുന്ന ട്രെയിനാണ് ഞാൻ വന്നത്. ട്രെയിൻ ബ്രേക്ക് ഡൗൺ ആയി. അത് കാരണം ഞാനിപ്പോൾ തൃപ്പൂണിത്തറയിൽ ഇറങ്ങി. ഏതായാലും തൃശ്ശൂർ ഇനി പോയിട്ട് കാര്യമില്ല. ഏതായാലും തൃപ്പൂണിത്തറ വന്നു കഴിഞ്ഞ് ഹിൽ പാലസൊക്കെ കണ്ടിട്ട് പോവാം. ഞാനിപ്പോൾ തൃപ്പൂണിത്തറയിലാണ്. ഞാൻ കോട്ടയത്ത് നിന്ന് തൃശ്ശൂർ പോകാൻ വേണ്ടി ട്രെയിനിൽ കയറിയത്. ട്രെയിന് തൃപ്പൂണിത്തറ വന്നപ്പോൾ കറക്റ്റ് ബ്രേക്ക് ഡൗൺ 1 മണിക്കൂർ. പിന്നെ ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ട്രെയിൻ വിട്ടും പോയി. ഏതായാലും ഇനി പ്ലാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഹിൽ പാലസിൽ പോവുക. ഹിൽ പാലസിലെ മ്യൂസിയം ഒന്ന് കാണുക. ഹിൽ പാലസ് എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ തൃശ്ശൂർ പോയി പുത്തൂർ സുവോളജിക്കൽ പാർക്ക് കാണാനായിരുന്നു. അൺപ്ലാൻഡ് ജേണി ആകുമ്പോഴത്തേന് നമുക്ക് പല പല മാറ്റങ്ങൾ സംഭവിക്കാം. ഏതായാലും ഇന്നത്തെ യാത്ര സുവോളജിക്കൽ പാർക്ക് മാറ്റി നേരെ ഹിൽ പാലസിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ വീഡിയോയിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ കാണാം. ആണ് തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷൻ്റെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് തൃപ്പൂണിത്തറ മെട്രോ റെയിൽവേ സ്റ്റേഷനും. ഇവിടെ വലിയൊരു മെട്രോ സ്റ്റേഷനാണ് തൃപ്പൂണിത്തറയിലെ. ഇവിടെ മിക്ക ട്രെയിനിന് സ്റ്റോപ്പൊന്നും ഇല്ലാത്തൊരു സ്റ്റേഷനാണ്. നമുക്ക് മെട്രോ സ്റ്റേഷനും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലോണം വിശക്കുന്നുണ്ട്. ഏതെങ്കിലും ഫുഡ് വല്ലതും ഒന്ന് കഴിക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് കയറിയതാണ്. ഇപ്പോൾ സമയം 3 മണിയായി. ഫുഡ് വല്ലതും കഴിക്കണം. എന്നിട്ട് ഹിൽ പാലസിലെ കാഴ്ചകൾ കാണാം. ഓക്കെ. ഈ റെൻ്റെ വഴിക്ക് ഇപ്പോൾ എല്ലാ റെയിൽവേ സ്റ്റേഷനും നമുക്ക് കാണാൻ സാധിക്കും. അത് അടിപൊളി ഒരു സംഭവമാണ്. ഇതാണ് തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷൻ. ഇവിടുന്ന് ഹിൽ പാലസിലേക്ക് ട്രെയിൻ ഉണ്ടോ നമുക്ക് ചോദിച്ചിട്ട് വരാം. ട്രെയിനില്ല, മെട്രോ സർവീസസ് കാണാൻ ചാൻസ് ഇല്ല. ഏതായാലും ഒന്ന് ചോദിച്ചിട്ട് വരാം. ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് വരാം. ഏതായാലും മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ, എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഇതാണ് ഇൻഫോ പാർക്കിലേക്ക് പോകാൻ വേണ്ടി കിടക്കുന്ന ഒരു ഫീഡർ ബസ്സാണ്. മിനിമം 60 രൂപയാണ് റേറ്റ്. വരുമ്പോഴേ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി വലിയൊരു കണ്ണാടി കാണാം, 2 ആനക്കുട്ടന്മാരും. അവിടെ ട്രെയിൻ ലഭ്യമല്ല. ഇത് വീണ്ടും തിരിച്ചിറങ്ങി. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ 2 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് കാണിക്കുന്നത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശം. ഏതായാലും ഞാൻ നടക്കാൻ വേണ്ടി തീരുമാനിച്ചു. 2 കിലോമീറ്ററാണ്. 2 കിലോമീറ്ററൊക്കെ എനിക്ക് ശരിക്കും ഇവിടെ വന്നാലും മതി, ബസ് നമുക്ക് കിട്ടും. 2 കിലോമീറ്റർ പക്ഷേ കുറച്ച് കലോറിയൊക്കെ ഒന്ന് ബേൺ ചെയ്യാം. ഞാനങ്ങനെ നടക്കാൻ ആരംഭിച്ചു. ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ഹിൽ പാലസിലെത്തി. ഓൺ ടൈമിലാണ് എത്തിയിരിക്കുന്നത്. 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇന്ത്യക്കാർക്ക് 50 രൂപയാണ്. നമ്മൾ ഇന്ത്യക്കാരാണോ ഇപ്പോൾ ശ്രീലങ്കയാണെങ്കിലും ഒക്കെ നമ്മുടെ അതേ ലുക്കും ഇതൊക്കെയാണ്, കളറൊക്കെയാണ്. പക്ഷേ ഇത് ഇന്ത്യക്കാരാണ് നമ്മളെങ്ങനെ മനസ്സിലാകുന്നു? ഇതൊക്കെ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. ഞാൻ ചെന്നത് നമ്മളോട് ഇംഗ്ലീഷിലൊക്കെയാണ് സംസാരിക്കുന്നത്. നമ്മൾ മലയാളിയൊന്നും പോലും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഹിൽ പാലസിൻ്റെ ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോഴേ വലിയൊരു കുളം കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഹിൽ പാലസിൻ്റെ മ്യൂസിയത്തിലേക്ക് കയറുന്ന വഴി. ഒരുപാട് പടിക്കെട്ടുകളുണ്ട്. അങ്ങനെ ഫൈനലി ഇതിൻ്റെ മുകളിലെത്തി. ഇതാണ് നമ്മുടെ രാജാവിൻ്റെ സിംഹാസനം.
ഇതിലൊക്കെ ഇരിക്കണമെന്ന് വലിയ മോഹം തോന്നുന്നത് കാണുമ്പോൾ. മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്ത കൊട്ടാരമാണിത്. ഇത് കണ്ട് മണിച്ചിത്രത്താഴിൻ്റെ ആ ലൊക്കേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റാണ്, ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ചൊരു ലിഫ്റ്റാണ്. കണ്ടോ പടിക്കെട്ട്. അന്നത്തേക്ക് ടെക്നോളജി സമ്മതിക്കണം. ഇത് കണ്ടില്ലേ, ഈ ആനയുടെ കൊമ്പ് ഒറിജിനൽ കൊമ്പാണ്. ഇതൊരു പകുതി ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ തമ്പുരാട്ടിമാർ. ഇതിൻ്റെ അകത്ത് മങ്കുത്തമ്പുരാൻ 2 എണ്ണം ഉണ്ട്. ഒന്നെങ്കിൽ സെക്കൻഡോ ഫസ്റ്റ് അങ്ങനെ എന്തെങ്കിലും പേര് ചെയ്യുന്നതായിരുന്നല്ലോ. ഇതിപ്പോൾ മങ്കുത്തമ്പുരാൻ എന്ന് പറയുമ്പോൾ തന്നെ മാറിപ്പോയല്ലോ. ഇതിൻ്റെ പുറകിൽ ഒരു തുറക്കാവുന്ന ഒരു ഡെപ്പി പോലെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ രാജാക്കന്മാർ. ഇതാണ് കുതിരവണ്ടി. ഇത് കുതിരയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായനെ. ഇതാണ് പല്ലക്ക്. പല്ലക്കും കാണാം. പിന്നെ വേറെ ഒരു സംഭവം ഉണ്ട്, അതിൻ്റെ പേര് മറന്നുപോയി. ഇത് പിന്നെ മറ്റേ ചെണ്ട. ഇതാണ് കുതിരവണ്ടിയുടെ ബാക്ക് വശം. ഇത് കണ്ട് രാജാവിൻ്റെ കൂപ്പായം. ഇതാ നമ്മൾ ആ കുളിക്കടവിലേക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിക്ക് ഒരു കാവൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ആ സിനിമയിൽ നമ്മൾ മണിച്ചിത്രത്താഴ് സിനിമയിൽ കണ്ട അതേ ലൊക്കേഷൻ. ഇത് ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ട് ഈ ലൊക്കേഷൻ. വലിയൊരു കുളിക്കടവെന്ന് വെച്ചാൽ വലിയൊരു കുളിക്കടവാണ്. ഇതൊക്കെ ലോക്കിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ മാനിൻ്റെ ഒരു ഏരിയ വന്നു. ഒരുപാട് മാനുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു ഗുഹ. ഇതൊരു പറ്റീര ഗുഹയാണ്. ഇതിൻ്റെ അകത്തൊന്നുമില്ല. കയറിക്കഴിഞ്ഞാൽ വളച്ചുറ്റി നമുക്ക് ഇറങ്ങി വരാം. ഞാൻ ഓർത്തുകൊണ്ടിരുന്ന പണ്ടത്തെയൊക്കെയുള്ള ഗുഹയായിരിക്കും എന്നാണ്. അത് ശരിക്കും ഒരു പറ്റീരായിപ്പോയി. പിന്നെ ഇവിടുന്ന് ഫുഡൊന്നും വെളിയിൽ നിന്നൊന്നും കഴിക്കരുത്. ഫുഡിനൊക്കെ ഭയങ്കര വിലയും ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ്. ചിക്കനൊക്കെയാണ് അതിൻ്റെ അകത്ത് പീസ് പോലും ഇല്ല. ഞാനൊരു 140 രൂപയ്ക്ക് ഒരു ബിരിയാണി മേടിച്ചിട്ട് വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. ഇതാണ് നമ്മുടെ ആ കൊട്ടാരത്തിൻ്റെ ഒരു ഓവർവ്യൂ. ഇത് മണിച്ചിത്രത്താഴ് സിനിമയിൽ നമുക്കിതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല അടിപൊളി. അന്ന് ഇതൊക്കെ എങ്ങനെ പണിതെന്നാണ് ആലോചിക്കുന്നത്.